ബിഗ് ബോസ് മലയാളം സീസൺ 6 നിന്ന് ഗബ്രി പുറത്തായിരിക്കുകയാണ്. 100% ഉറപ്പിക്കാവുന്ന വാർത്തയൊന്നുമല്ല. അതെന്തായാലും നമുക്ക് നാളത്തെ വീക്കെൻഡ് എപ്പിസോഡിന്റെ ഷൂട്ടിന് ശേഷം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തൊക്കെയാണെങ്കിലും ഈ ഒരാഴ്ച പുറത്തു പോകാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ഗബ്രി. 90% മുകളിലാണ് ഗബ്രിക്ക് പുറത്തു പോകാനായിട്ടുള്ള സാധ്യത. വേറൊന്നുമല്ല, മറ്റുള്ള കണ്ടസ്റ്റൻസുകളെ വെച്ച് ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിലുള്ള മറ്റുള്ള കണ്ടസ്റ്റൻസിനെ വെച്ച് വളരെ വോട്ട് കുറവിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ഗബ്രി. നമുക്കറിയാം ഏറ്റവും താഴ്ന്ന വോട്ട് പെർസെൻറ്റേജ് വരുന്ന ഏറ്റവും താഴ്ന്ന രീതിയിൽ വോട്ട് കിട്ടിയിരിക്കുന്ന 3 പേരാണ് ഈ പറയുന്ന അൻസിബ, നോറ, ഗബ്രി. ഇവരെ 3 പേരെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പോലും പേഴ്സൻറ്റേജ് എടുത്ത് നോക്കിയാൽ വളരെ 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 കുറവാണ് ഗബ്രിക്ക് കിട്ടുന്ന വോട്ടിങ്ങും കാര്യങ്ങളും. നമുക്കറിയാം ജാസ്മിനും ഗബ്രിയും ഒരുപോലെ ഗെയിം കളിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ്. ഇവർ രണ്ടുപേരുടെയും ഗെയിം ഒരുപോലെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്. പക്ഷേ ജാസ്മിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു ജനപിന്തുണ ഉള്ളൊരു കണ്ടസ്റ്റന്റ് ആണ് ജാസ്മിൻ. പോസിറ്റിവിറ്റി പരത്തുന്നില്ലായിരിക്കാം, എന്തൊക്കെയാണെങ്കിലും ആളുകൾ ജാസ്മിന് വോട്ട് ചെയ്യുന്നുണ്ട്. വോട്ടിംഗ് സൈറ്റുകളിൽ ജാസ്മിന്റെ വോട്ട് കുത്തനെ ഉയരുകയാണ്. അത് എന്തുകൊണ്ടാണെന്നും നമുക്കറിയില്ല. എന്തൊക്കെയാണെങ്കിലും ജാസ്മിൻ ഏകദേശം ടോപ്പ് 5 ഉറപ്പിച്ച ഒരു കണ്ടസ്റ്റന്റ് ആണ്. അങ്ങനെയാണ് ജാസ്മിന്റെ വോട്ട് കയറുന്നത്. പക്ഷേ ഒരുമിച്ച് നിന്ന് ഗെയിം കളിച്ചിട്ട് കാര്യമില്ല. ജാസ്മിൻ ഉണ്ടാക്കിയെടുത്ത ജനപിന്തുണയൊന്നും ഗബ്രിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. വളരെ കുറവ് വോട്ടിങ്ങിലാണ് ഗബ്രി ഇപ്പൊ നിൽക്കുന്നത്. ജിൻഡോയെയും അഭിഷേകിനെയും സിജോയെയും അൻസിബയെയും നോറയെയും ഒക്കെ സംബന്ധിച്ചുകൊണ്ട് വളരെ 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 കുറവാണ് ഗബ്രിക്ക് കിട്ടുന്ന വോട്ടിങ്. ഈ ഒരാഴ്ച ഗബ്രി അല്ലാതെ മറ്റൊരു കണ്ടസ്റ്റന്റ് അവിടെ നിന്ന് പുറത്താവുകയാണെങ്കിൽ ആ ഒരു എവിക്ഷൻ അൺഫെയർ ആണെന്ന് പറയേണ്ടി വരും. കാരണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലായാലും അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലായാലും വളരെ കുറവ് വോട്ട് വാങ്ങുന്ന ഒരു വ്യക്തി പിന്നെ എവിക്ഷനിൽ പുറത്തായില്ല എന്ന് പറയുകയാണെങ്കിൽ ഈ പറയുന്ന എവിക്ഷൻ എന്ത് ഫെയർ ആയിട്ടാണ് നടക്കുന്നത്? അതുപോലെ തന്നെ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ഗബ്രി പുറത്താവുകയാണെങ്കിൽ അത് ബിഗ് ബോസ് മലയാളം സീസൺ 6 സംബന്ധിച്ച് ഒരു ഗെയിം ചേഞ്ചിങ് മൊമെന്റ് ആയിരിക്കും. നമുക്കറിയാം ബിഗ് ബോസ് മലയാളം സീസൺ 6 നല്ല രീതിയിൽ റേറ്റിംഗ് കുത്തനെ ഉയർത്തിക്കൊണ്ട് വരികയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ റേറ്റിംഗിന് ചെറിയൊരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അത് ഒന്ന് നേരെ ചൊവ്വാക്കി എടുക്കാനായിട്ട് ഈ ഒരു എവിക്ഷൻ നല്ല രീതിയിൽ ഉപകാരപ്പെടും. കാരണം ജാസ്മിന്റെ ഗെയിം ചേഞ്ച് ചെയ്യുന്നത് കാണാനായിട്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് കാത്തിരിക്കുന്നത്. ഗബ്രി പോയി കഴിഞ്ഞാൽ ആരെ പിടിച്ചുകൊണ്ട് ജാസ്മിൻ അവിടെ ഗെയിം കളിക്കും? ഈ ഗബ്രി ഇവിടെ നിന്ന് പുറത്താവുകയാണെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് അറിയാൻ സാധിക്കും. ഗബ്രി ജാസ്മിൻ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ ഗബ്രിക്ക് ജാസ്മിനോട് റിയൽ ആയിട്ടൊരു സ്നേഹം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഗബ്രി പോയി കഴിഞ്ഞാൽ ജാസ്മിന്റെ റിയാക്ഷനിലൂടെ നമുക്കറിയാൻ പറ്റും ഗബ്രി ആയിട്ട് കാണിച്ചു കൂട്ടിയ ഒരു പരിപാടികളെല്ലാം ഉടായിപ്പായിരുന്നു, അല്ലെങ്കിൽ ജാസ്മിന് ശരിക്കും ഗബ്രി ഇഷ്ടമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ജാസ്മിന്റെ ഹേർട്ട് ബ്രേക്ക് ആയി പോകും ഗബ്രി അവിടെ നിന്ന് പുറത്തായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത്രയും നാളിന് ഒറ്റയ്ക്ക് നിൽക്കണം, മറ്റൊരാളെ കണ്ടുപിടിക്കണം, എന്തൊക്കെ പരിപാടികളായിരിക്കും ജാസ്മിന് ഗബ്രി അങ്ങ് പുറത്തു പോയാൽ. എന്തായാലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാതാണെന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്